നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. രാജ്യാന്തര വിദ്യാർത്ഥി വിസ നിയമങ്ങളിൽ പുതിയ നിയന്ത്രണങ്ങളുമായി ഓസ്ട്രേലിയ. വിദ്യാർത്ഥി വിസയ്ക്കുള്ള അപേക്ഷാ മാനദണ്ഡങ്ങളിലാണ് പ്രധാനമായും മാറ്റങ്ങൾ വരുത്തുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥി വിസകളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് തുടരുകയാണ് ഓസ്ട്രേലിയൻ ഭരണകൂടം. 6 മാസത്തിനിടയിൽ ഇത് 2ാം തവണയാണ് വിദ്യാർത്ഥി വിസകളിൽ നിയന്ത്രണം കടുപ്പിക്കുന്നത്. യുഎസും യുകെയും കഴിഞ്ഞാൽ ലോകത്ത് പഠനത്തിനായി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കുന്ന 3ാമത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ. ലോകത്തെ ഏറ്റവും മികച്ച 100 സർവകലാശാലകളിൽ 6 ഓസ്ട്രേലിയയിൽ. എന്നാൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി വിദ്യാർത്ഥി വിസകളിൽ പടിപടിയായി നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് ഓസ്ട്രേലിയൻ ഭരണകൂടം. വിദ്യാർത്ഥി വിസകൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഏറ്റവും പുതിയത്. ഇപ്പോൾ 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, മുമ്പ് ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ലെറ്റർ ഓഫ് ഓഫർ അഥവാ ഓഫർ ലെറ്റർ എന്ന പേരിൽ നമ്മളൊക്കെ പറയുന്ന അത് കിട്ടുമായിരുന്നുവെങ്കിൽ നമുക്ക് വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അത് പറ്റുകയില്ല. കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻറ്റ് അഥവാ COE നിശ്ചയമായിട്ടും വേണം. അതായത് നിശ്ചയമായിട്ടും നമ്മളൊരു വിദ്യാർത്ഥി ഒരു സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കുന്നു എന്ന് ആദ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. സന്ദർശക വിസ, താൽക്കാലിക ബിരുദ വിസ എന്നിവയിലുള്ളവർക്ക് വിസ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ രാജ്യം വിടണമെന്ന നിയമം കഴിഞ്ഞ ജൂലൈയിൽ തന്നെ നിലവിൽ വന്നിരുന്നു. ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനത്തിന് വേണ്ട കുറഞ്ഞ യോഗ്യത 6 നിന്ന് 6.5 ഉയർത്തിയതും പാർട്ട് ടൈം ജോലിക്കുള്ള സമയം പരിമിതപ്പെടുത്തിയതും വിദ്യാർത്ഥി വിസ അപേക്ഷകർക്ക് നേരത്തെ തന്നെ തിരിച്ചടിയായിരുന്നു. ചില വിസകളിൽ ഓസ്ട്രേലിയയിൽ വിദേശത്ത് നിന്ന് എത്തുന്നവർക്ക് ആ വിസകളിൽ നിന്നുകൊണ്ട് സ്റ്റുഡൻറ് വിസയ്ക്ക് മുമ്പ് അപേക്ഷിക്കാമായിരുന്നു. പക്ഷേ ജൂലൈ മാസം 1-ാം തീയതി കഴിഞ്ഞ വർഷം മുതൽ അപേക്ഷിക്കാൻ കഴിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിസിറ്റർ വിസയും ടെമ്പററി ഗ്രാജുവേറ്റ് വിസ 485 എന്ന് പറയുന്ന വിസയാണ്. അതിൽ ഈ 485 വിസ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് വിസയെ തുടർന്ന് നിയമപരമായിട്ട് ഓസ്ട്രേലിയയിലുള്ളൊരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന 2 വർഷം കുറഞ്ഞത് 2 വർഷക്കാലം എങ്കിലും നിൽക്കുവാൻ സാധിക്കുന്ന ഒരു വിസയാണ് 485 വിസ എന്ന് പറയുന്ന ടെമ്പററി ഗ്രാജുവേറ്റ് വിസ. പക്ഷേ ആ വിസയിൽ നിന്നതിന് ശേഷം വീണ്ടും ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് ഒരു സ്റ്റുഡൻറ് വിസയ്ക്ക് അപേക്ഷിക്കുവാൻ കഴിയില്ല. 2026 അവസാനത്തോടെ നിലവിലെ കുടിയേറ്റ നിരക്ക് പകുതിയാക്കുക എന്ന ലക്ഷ്യത്തിലാണ് വിദ്യാർത്ഥി വിസകളിൽ നിയന്ത്രണങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥി വിസകളിൽ നിയന്ത്രണം കടുപ്പിക്കുമ്പോഴും കഴിവും യോഗ്യതയുമുള്ള വിദ്യാർത്ഥികൾക്ക് വാതിലുകൾ തുറന്നു കിടക്കുമെന്ന് തന്നെയാണ് സൂചനകൾ. ബ്രിസ്ബെയിനിൽ നിന്നും ക്യാമറമാൻ ആൽവിൻ ജോസഫിനൊപ്പം സ്വരാജ് സെബാസ്റ്റ്യൻ, 24. അറിവിന്റെ വാതായനങ്ങൾ തുറന്ന ജിദ്ദയിൽ അൽഹുദ എക്സ്പോ. സന്ദർശകർക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും അറിയാൻ ഒട്ടേറെ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രദർശകർ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രപഞ്ചവും ജീവജാലങ്ങളും ശാസ്ത്രവുമെല്ലാം പ്രമേയമാക്കിയാണ് സ്റ്റാളുകൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ജിദ്ദയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അൽഹുദ മദ്രസയുടെ 35ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നത്. പ്രപഞ്ചവും ജീവജാലങ്ങളും ശാസ്ത്രവുമെല്ലാം പ്രമേയമാക്കിക്കൊണ്ട് നടക്കുന്ന എക്സ്പോ സന്ദർശകർക്ക് വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കും. മനുഷ്യന്റെ പിറവിയും ജീവിതവും അതിലെ അത്ഭുതങ്ങളും പഠിപ്പിക്കുന്ന എക്സ്പോ മരണത്തെയും അതിനുള്ള തയ്യാറെടുപ്പുകളെയും കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു. മയ്യിത്ത് പരിപാലനവും ഖബർ ജീവിതവുമെല്ലാം ലളിതമായും വിശദമായും പഠിക്കാനുള്ള അവസരം കൂടിയാണ് അൽഹുദ എക്സ്പോ. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ 1982 രൂപീകരിച്ചത്. 1989 അൽഹുദ മദ്രസക്ക് തുടക്കം കുറിച്ചത്. ഒരുപക്ഷെ സൗദി അറേബ്യയിലെ മലയാളികൾ നടത്തുന്ന ആദ്യത്തെ മദ്രസയായിരിക്കും. അതിൻ്റെ 35ാം വാർഷികമാണ് ഈ വർഷം നമ്മൾ കൊണ്ടാടുന്നത്. അതിൻ്റെ മുന്നോടിയായി ആദ്യത്തെ പ്രോഗ്രാമാണ് അൽഹുദ എക്സ്പോ 2025. അത് എല്ലാം തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പരലോക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന നമ്മൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളും അതിന് നമ്മൾ എന്തെല്ലാം സജ്ജമാകണം എന്നുള്ളതാണ് ഈ എക്സിബിഷനിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജിദ്ദ ബഗ്ദാദിയയിലെ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ജിദ്ദ അങ്കണത്തിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. എക്കോ എക്സ്പോ, ഹ്യൂമൻ മിറാക്കിൾ, ഗോൾഡൻ ഏജ്, ദി ലൈഫ് എക്സ്പോ, ഖുർആൻ മിറാക്കിൾസ്, കാഴ്ച, ആസ്ട്രോണമി, ഫൺഫെസ്റ്റ് ഗെയിം സോൺ എന്നീ വ്യത്യസ്ത പഠന വിനോദ വിഷയങ്ങൾ അൽഹുദ എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളും സ്ത്രീകളുമെല്ലാം പ്രദർശനത്തിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. 3 ദിവസം നീണ്ടുനിന്ന എക്സ്പോ ഇന്ന് സമാപിക്കും. ജലീൽ കടമകലം, 24, ജിദ്ദ. ഗ്ലോബൽ വില്ലേജിലെ സന്ദർശകർക്കായി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് സേവന ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെയുണ്ടെന്ന പേരിലാണ് ക്യാമ്പയിൻ നടത്തുന്നത്.
ക്യാമ്പയിൻ ഫെബ്രുവരി 8 വരെ നീണ്ടു നിൽക്കുമെന്ന് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചു. താമസ കുടിയേറ്റ വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വകുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. ഗ്ലോബൽ വില്ലേജിലെ പ്രത്യേകം സജ്ജമാക്കിയ പവലിയനിൽ എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ സന്ദർശകർക്ക് നേരിട്ട് ക്യാമ്പയിന്റെ ഭാഗമാവാനാകും. എൻട്രി പെർമിറ്റ്, ഗോൾഡൻ വിസ, ഐഡന്റിറ്റി, പൗരത്വ സേവനങ്ങൾ, GCC രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കുള്ള പ്രത്യേക പെർമിറ്റ് എന്നിവയുടെ വിശദാംശങ്ങളും ആവശ്യമായ നടപടികളും ഇവിടെ എത്തിയാൽ അറിയാൻ സാധിക്കും. ദുബായിലെ വിവിധ വിസ സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കാനും ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഈ സംരംഭമെന്ന് ദുബായ് GDRFA അറിയിച്ചു. UAE താമസക്കാരുമായും സന്ദർശകരുമായും GDRFAയുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഈ ക്യാമ്പയിൻ സഹായിക്കുമെന്ന് GDRFAയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് സെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അബ്ദുൾ സമദ് ഹുസൈൻ പറഞ്ഞു. സന്ദർശകർക്കായി പ്രതിവാര മത്സരങ്ങളും ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പയിൻ ഫെബ്രുവരി 8 വരെ നീണ്ടു നിൽക്കും. 24 ദുബായ്. ഭാവഗായകൻ P. ജയചന്ദ്രൻ നിര്യാണത്തിൽ നാട്ടുകൂട്ടം കൊയിലാണ്ടി അക്ഷരമുറ്റം അനുശോചനം രേഖപ്പെടുത്തി. ജയചന്ദ്രനാഥം ദേവനാഥമായിരുന്നുവെന്ന് ഭാരവാഹികൾ അനുസ്മരിച്ചു. അൽ കോബാറിൽ ചേർന്ന യോഗത്തിൽ ഗ്ലോബൽ ചെയർമാൻ ഷിഹാബ് കൊയിലാണ്ടി, പ്രമോദ് അത്തോളി, മുജീബ് കൊയിലാണ്ടി, സജീഷ്, അസീസ്, വിനോദ്, മുസ്തഫ പാവേൽ എന്നിവർ സംബന്ധിച്ചു. ഗുരുവായൂർ നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ ഗ്രാൻഡ്മാ ഗുരുവായൂർ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവം സീസൺ 4 ഈ മാസം 19 നടക്കും. ഒരു മുത്തശ്ശി കഥ ഫ്രം തൃശൂർ ടു ദുബായ് എന്ന പേരിൽ ദുബായ് ക്രിസന്റ് സ്കൂളിലാണ് പരിപാടി. കേരളത്തിലെ ഗ്രാമീണ അന്തരീക്ഷം പുനഃസൃഷ്ടിക്കുന്ന ഗ്രാമചന്തകളും നാടൻ കലകളും ചെണ്ടമേളവും ബാൻഡ് സെറ്റും എമിറാത്തി സംസ്കാരം വിളിച്ചോതുന്ന പരിപാടികളും നടക്കും. പാരമ്പര്യ കലയായ തോൽപ്പാവക്കൂത്തും ഇത്തവണ അരങ്ങിലെത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം നടനും സംവിധായകനും കഥാകൃത്തുമായ മധുബാൽ നിർവഹിച്ചു. ദുബായിൽ നടന്ന ബ്രോഷർ പ്രകാശ ചടങ്ങിൽ ഗ്രാൻഡ്മാ ഗുരുവായൂർ പ്രസിഡന്റ് പ്രതീഷ് ചാണയൻ, പ്രോഗ്രാം കൺവീനർ നിസാർ ചുള്ളിയിൽ, രക്ഷാധികാരി അബ്ദുൽ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ദുബായ് മാരത്തോൺ നാളെ നടക്കും. ലോകമെമ്പാടുമുള്ള നിരവധി അത്ലറ്റുകൾ മാരത്തോണിൽ പങ്കെടുക്കാനായി ദുബായിൽ ഒത്തുചേരും. മാരത്തോൺ 24ാമത് പതിപ്പാണ് ഇത്തവണ നടക്കുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള കായിക പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന മാരത്തോണിന്റെ പുതിയ പതിപ്പാണ് നാളെ നടക്കുക. 4 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 42 കിലോമീറ്റർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലാണ് മാരത്തോൺ നടക്കുക. ദുബായ് സ്പോർട്സ് കൗൺസിലാണ് മാരത്തൺ സംഘടിപ്പിക്കുന്നത്. മുൻ ലോക മാരത്തൺ ചാമ്പ്യൻ ലലിസ ഡസീസ ഉൾപ്പെടെയുള്ളവർ ഇത്തവണ മാരത്തണിൽ പങ്കെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഉംസുഖീൻ റോഡിലാണ് മാരത്തണിന്റെ തുടക്കവും സമാപനവും. അതേസമയം ദുബായ് മാരത്തൺ കാരണം ദുബായിലെ പലയിടത്തും നാളെ ഗതാഗതം മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. ചില റോഡുകൾ അടച്ചിടുന്നതിനാൽ യാത്രയുടെ റൂട്ടുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. മാരത്തോണിലെത്തുന്ന ആളുകളുടെ സൗകര്യം കണക്കിലെടുത്ത് ദുബായ് മെട്രോ നാളെ പുലർച്ചെ മുതൽ സർവീസ് ആരംഭിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മാരത്തോൺ അവസാനിക്കുക. 24 ദുബായ്. ഡ്രോണുകൾക്കായി ഏകീകൃത പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച് UAE. ഇതിലൂടെ രജിസ്റ്റർ ചെയ്ത് മാത്രമേ ഇനി ഡ്രോണുകൾ പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാവൂ. അബുദാബിയിലെ സംയോജിത ഗതാഗത കേന്ദ്രമാണ് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റിയുടെയും പങ്കാളിത്തത്തോടെ ഏകീകൃത ദേശീയ പ്ലാറ്റ്ഫോം തുടങ്ങിയത്. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. വ്യോമയാന മേഖലയെ നിയന്ത്രിക്കാനും സുരക്ഷ മെച്ചപ്പെടുത്താനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് വ്യക്തിഗത ഡ്രോൺ ഉപയോഗത്തിനുള്ള വിലക്ക് UAE ഭാഗികമായി എടുത്തുകളഞ്ഞത്. എന്നാൽ ദുബായിൽ വിലക്ക് തുടരുമെന്ന് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. ലോസ് ഏഞ്ചലസ് കാട്ടുതീയിൽ മരണം 11ആയി. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. നിരവധി പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 6 ഇടങ്ങളിലാണ് തീ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. 2,30,000 പേരെ കാട്ടുതീ ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 1,00,000-ലധികം പേരോട് കാട്ടുതീയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ കാലിഫോർണിയ ഗവർണർ ഉത്തരവിട്ടു. 10,000-ലധികം വസ്തുവകകൾ കാട്ടുതീയിൽ നശിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പസഫിക് പാലഡൈറ്റ്സിനും സാന്റാമോണിക്കയ്ക്കും മാലിബുവിനിടയിലുള്ള കനത്ത കാട്ടുതീയും ഈദനിലെ കാട്ടുതീയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ അഗ്നിരക്ഷാസേന മുൻകരുതലെടുത്തിട്ടുണ്ട്. അൽതഡീനയിൽ 5,000-ലധികം കെട്ടിടങ്ങൾ ഈദൻ കാട്ടുതീയിൽ കത്തിനശിച്ചിരുന്നു. വരണ്ട കാലാവസ്ഥയും ഉണക്കമരങ്ങളും മഴയുടെ കുറവുമാണ് കാട്ടുതീയുടെ വ്യാപനം തീവ്രമാക്കിയത്. കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ അഗ്നിബാധയാണിതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. അഗ്നിബാധയുണ്ടായ പ്രദേശങ്ങളിൽ നിന്ന് കവർച്ച നടത്തിയതിന് നിരവധി പേർ അറസ്റ്റിലായി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഒക്ടോബർ 25 മുതൽ നവംബർ 7 വരെ ലയണൽ മെസ്സി കേരളത്തിൽ. മത്സരങ്ങൾ കൂടാതെ ആരാധകർക്ക് കാണാൻ വേദിയൊരുക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. അവരുടെ ഫ്രണ്ട്ലി മാച്ചിന് പുറമെ നിങ്ങളുടെയൊക്കെ കാണാൻ 20 മിനിറ്റ് അദ്ദേഹം പൊതുവേദിയിൽ കൂടി ഉണ്ടാവും.
ഗൾഫ് ഫോക്കസ് തുടരുന്നു. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 20 പ്രതികൾ അറസ്റ്റിൽ. പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. ഇന്നലെ അറസ്റ്റിലായ ഇലവന്തിട്ട സ്വദേശി സുബിനാണ് പെൺകുട്ടി ആദ്യം പീഡിപ്പിച്ചതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കേസിൽ പോലീസിനോട് തൽസ്ഥിതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ കത്തയച്ചു. പ്രതികളുടെ 42 പേരുടെ ഫോൺ നമ്പർ പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. ഇതിൽ ആദ്യ പരിശോധനയിൽ തന്നെ പീഡനത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് ഉറപ്പിച്ച 5 പേരെ ഇന്നലെ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവിടെ അറസ്റ്റിലായ സുബിൻ എന്നയാളാണ് പെൺകുട്ടിയുമായി ആദ്യം സൗഹൃദത്തിൽ ഏർപ്പെടുന്നത്. നഗ്ന ദൃശ്യങ്ങൾ അയച്ചുകൊടുത്തും തിരികെ വാങ്ങിയും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ശേഷം പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ മറ്റു പലർക്കും അയച്ചു കൊടുത്തു. ഈ ദൃശ്യങ്ങൾ കാണിച്ചാണ് പലരും പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. 15 പേരെ ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടുന്നു. ഇന്ന് ഈ 15 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയതോടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. അറസ്റ്റിലായവരിൽ അടുത്ത ദിവസം വിവാഹ നിശ്ചയം നടക്കാനിരിക്കുന്ന നവവരനും ഉൾപ്പെടും. അത്ലറ്റായ പെൺകുട്ടിയെ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ജില്ലയ്ക്ക് പുറത്തും തിരുവനന്തപുരത്തും എത്തിച്ചും പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. 64 പേരുടെ പേരുവിവരങ്ങൾ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പരമാവധി പ്രതികളെ ഉടൻ പിടികൂടാനാണ് പോലീസ് നീക്കം. ദക്ഷിണ മേഖലാ DIG അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. 24 പത്തനംതിട്ട. വ്യവസായി ബോബി ചെമ്മന്നൂരിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും പരാതിയുമായി നടി ഹണി റോസ്. തനിക്കെതിരെ സംഘടിത ആക്രമണത്തിന് ആസൂത്രണം ചെയ്യുന്നുവെന്നാണ് പരാതി. താൻ അധിക്ഷേപിച്ചെന്ന് തെളിയിച്ചാൽ ജയിലിൽ പോകാനും തയ്യാറാണെന്ന് രാഹുൽ ഈശ്വറിന്റെ മറുപടി. തന്റെ മൗലികാവകാശങ്ങളെ നിഷേധിക്കുന്നുവെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസിന്റെ പരാതി. തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ രാഹുൽ ഈശ്വർ തനിക്കെതിരെ പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള അപായ ഭീഷണികൾക്കും സൈബർ ബുള്ളിയിങ്ങിനും പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വറാണെന്നും ഹണി റോസ് പറയുന്നു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടി പരാതി നൽകിയത്. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായതിന് പിന്നാലെ ഹണി റോസിനെ വിമർശിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നു. താൻ അധിക്ഷേപിച്ചെന്ന് തെളിയിച്ചാൽ ജയിലിൽ പോകാൻ തയ്യാറെന്ന് രാഹുൽ ഈശ്വർ 24നോട്. രാഹുൽ ഈശ്വർ ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിക്കുന്ന ഒരു വാക്ക് ഏതെങ്കിലും, അല്ലെങ്കിൽ ഹണി റോസിനെയോ ബാക്കി ആരെങ്കിലോ പറയുന്ന ഒരു വാക്ക് കാണിച്ചു തരാമെങ്കിൽ വിചാരണ ഇല്ലാതെ എന്നെ ജയിലിലിട്ടോളൂ. ആലങ്കാരികമായി പറയുന്നതാണ് കേട്ടോ, ഇനി വിചാരണ ഉണ്ടല്ലോ എന്ന് ചോദിക്കണ്ട. ബോബി ചെമ്മണ്ണൂരിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതുപ്രകാരമുള്ള വകുപ്പ് ചുമത്തുന്നതും സെൻട്രൽ പോലീസിന്റെ പരിഗണനയിലാണ്. 24 കൊച്ചി. മാസപ്പടി കേസിൽ CMRLനെതിരെ ഗുരുതര ആരോപണവുമായി കേന്ദ്രം. CMRL 185 കോടിയുടെ അനധികൃത പണമിടപാട് നടത്തിയെന്ന് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. പണം നൽകിയത് വിവിധ രാഷ്ട്രീയ പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കും. കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഡൽഹി കോടതിയിൽ വിശദമായ വാദം എഴുതി സമർപ്പിച്ചു. സ്ഥാപനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വിവിധ രാഷ്ട്രീയ നേതാക്കളുമായും സ്ഥാപനങ്ങളുമായും CMRL അനധികൃത പണമിടപാട് നടത്തി. 185 കോടിയുടെ അനധികൃത പണമിടപാടിൽ എക്സാലോജിക്കുമായി മാത്രം നടത്തിയത് 1.72 കോടിയുടെ ഇടപാട്. കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ മറവിൽ നടത്തിയത് സങ്കല്പിക്കാൻ കഴിയാത്ത അഴിമതി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന അഴിമതിയെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അനധികൃതമായി നടത്തിയ പണമിടപാട് CMRLുമായി ബന്ധപ്പെട്ട കച്ചവടക്കാരുടെ ചരക്ക് നീക്കത്തിലെ ചെലവിൽ ഉൾപ്പെടുത്തി കണക്കിൽ കാണിച്ചു. CMRLനെതിരെ ആദായ നികുതി വകുപ്പും വാദം സമർപ്പിച്ചു. നിയമപ്രകാരമുള്ള തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും CMRLന്റെ ഹർജി തള്ളണമെന്നും ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു. 24 ഡൽഹി. പ്രതിഷേധം പതിവായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭരണമാറ്റം. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ വികാരിയായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനെ നിയമിച്ചു. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മാർ ബോസ്കോ പുത്തൂർ രാജിവെച്ചതിനെ തുടർന്നാണ് നടപടി. പുതിയ കൂരിയ ഫാദർ ജോഷി പുത്തൂരിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം പ്രതിഷേധം ശക്തമാക്കി. സമാധാനപരമായി ബിഷപ്പ് ഹൌസിനുള്ളിൽ പ്രാർത്ഥനായജ്ഞം നടത്തിയിരുന്ന 21 വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധങ്ങളുടെ തുടക്കം. പിടിവലിയിൽ വൈദികർക്ക് പരിക്കേറ്റു. തുടർന്ന് പോലീസിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തി പ്രതിഷേധക്കാർ. പോലീസിന്റെ ബാരിക്കേഡുകൾ വരെ തകർത്തു. തുടർന്ന് ദിവസങ്ങളായി പള്ളിക്കുള്ളിൽ പ്രാർത്ഥനായജ്ഞം നടത്തിയിരുന്ന 21 വൈദികർക്കെതിരെ സഭ നടപടിയെടുത്തു. ഇതിനിടയിലാണ് അതിരൂപതയിലെ പുതിയ ഭരണമാറ്റം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ പുതിയ വികാരിയായി മാർ ജോസഫ് പാംബ്ലാനിയെ നിയമിച്ചു. അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ബോസ്കോ പുത്തൂർ രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം.
2023 ഡിസംബർ 7-നാണ് മാർ ബോസ്കോ പുത്തൂർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം ഏറ്റെടുത്തത്. 2024 സെപ്റ്റംബറിൽ ആരോഗ്യ കാരണങ്ങളാൽ രാജി സമർപ്പിച്ചു എന്നാണ് സീറോ മലബാർ സഭയുടെ വിശദീകരണം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന തർക്കം ഉൾപ്പെടെയുള്ളവയിൽ പരിഹാരം കണ്ടെത്തുക അടക്കമുള്ളവയായിരിക്കും മാർ ജോസഫ് പാംപ്ലാനിയുടെ കർത്തവ്യം. വിമത വിഭാഗം പ്രതിഷേധം തുടരുന്നതിനിടയിൽ ആരാധനാക്രമത്തിലെ അഭിപ്രായങ്ങൾ തെരുവിലെ സംഘർഷമാക്കി മാറ്റരുതെന്ന് മുന്നറിയിപ്പും സഭ നൽകി. പ്രതിഷേധം തുടർന്നാൽ നടപടി കടുപ്പിക്കാനും സാധ്യതയുണ്ട്. 24 കൊച്ചി. ആധുനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ട നൂതന ആശയങ്ങളും നേതൃപാഠവും വളർത്തുന്നതിനായി കൊച്ചിയിൽ ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിച്ച് 24. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കണ്ടന്റ് ലോഞ്ച് നടത്തി. ഉദ്ഘാടന സെഷനിൽ 24 ചീഫ് എഡിറ്റർ ആർ. ശ്രീകണ്ഠൻ നായർ അധ്യക്ഷനായിരുന്നു. ഹൈബീഡൻ, എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം, മുൻ നയതന്ത്രജ്ഞൻ ടി.പി. ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. വ്യവസായ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അണിനിരന്ന സദസ്സ്. കേരളത്തെ വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകൾ. കേരളത്തിന്റെ വികസന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ രാഷ്ട്രീയം മറന്നുള്ള യോജിപ്പ്. വ്യവസായ പ്രമുഖർക്ക് കേന്ദ്രമന്ത്രിയുമായി നേരിട്ട് സംവദിക്കുന്നതിനുള്ള അവസരം. ആവേശകരവും ഒരേ സമയം കൗതുകവുമായിരുന്നു 24 ബിസിനസ് കോൺക്ലേവിന്റെ തുടക്കം. Our Prime Minister has conceived that India must be a developed country by 2047. And in our state also, when we look at our national highways and other roads, we will very well understand that we are also playing our own part in reshaping this country. Developed India by 2047, are we on the right track? AI-driven business transformation, IPO, a detailed discussion എന്നിവയിൽ നടന്നത് ആഴത്തിലുള്ള പാനൽ ചർച്ച. KLM ആക്സിവയുടെ പങ്കാളിത്തത്തോടെ നടത്തപ്പെട്ട കോൺക്ലേവിൽ രൂപപ്പെട്ടത് കേരളത്തിന്റെ വ്യവസായ കുതിപ്പിനുള്ള പുതുപുത്തൻ ആശയങ്ങൾ. Lot of people from the world coming to Kerala. Tourism point of view, Kerala is also having lot of strength. And this is the appropriate time that today the dream of our Prime Minister to make Indian economy of $5 trillion. At the same time, the mission is to make India Atmanirbhar Bharat. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ഡോക്ടർ ശശി തരൂർ MP അടക്കമുള്ളവർ പങ്കാളികളായി. Kerala is finally overcoming its reputation of being a not terribly hospitable place to business, and the state is changing so much for the better. അനേകം പദ്ധതികൾ നടപ്പിലാക്കുന്ന അവസരത്തിൽ ഓരോ കുടുംബവും വികസിത ഫാമിലിയായിട്ട് മാറും. അതിലൂടെ ഭാരതം ഒരു വികസിതമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറും. ബിസിനസ് രംഗത്തെ പ്രമുഖരും നയതന്ത്ര വിദഗ്ധരും രാഷ്ട്രീയ നേതാക്കളും നയരൂപീകരണ വിദഗ്ധരും പങ്കെടുത്ത 24 ബിസിനസ് കോൺക്ലേവ് കേരളത്തിന്റെ കുതിപ്പിനുള്ള ആശയാവിഷ്കാര വേദിയായി. 24 കൊച്ചി. കേരളത്തിലെ റോഡ് വികസനത്തിന് കത്ത് ലഭിച്ചാൽ ഉടൻ 20,000 കോടി അനുവദിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കത്ത് നൽകാൻ മുഖ്യമന്ത്രിയോട് പറയാൻ സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനോട് നിതിൻ ഗഡ്കരി ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ 24 ബിസിനസ് കോൺക്ലേവിലായിരുന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനം. I will give you a new proposal by which the GST, that is to be a notional loss, then give me sand, then aggregate and everything without royalty. If the vacant land is there, barren land is there, you can add it, give it to my project. I will construct logistic park and I will make the road. കേരളത്തിലെ റോഡ് വികസനത്തിന് പണം തടസ്സമല്ലെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ പെരുകാൻ കാരണം റോഡ് ഡിസൈനിങ്ങിലെ സങ്കീർണതകളാണ്. ഹൈവേ വികസനം വേഗത്തിലാക്കാൻ റോഡ് നിർമ്മാണ സാമഗ്രികളുടെ GST സംസ്ഥാനം ഒഴിവാക്കണം. മണൽ ഉൾപ്പെടെ ആവശ്യത്തിന് ലഭ്യമാക്കണമെന്നും നിതിൻ ഗഡ്കരി. GST ഒഴിവാക്കാൻ തീരുമാനിച്ചെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രതികരിച്ചു. റോഡ് വികസനത്തിന് പണം നൽകാൻ മുഖ്യമന്ത്രിയുടെ കത്ത് കാത്തിരിക്കുകയാണെന്ന് നിതിൻ ഗഡ്കരി 24 ബിസിനസ് കോൺക്ലേവിൽ. Not receiving that letter only. You have approved it. Please send me that letter immediately. I will sanction the project of 15,000 to 20,000 crore immediately to Kerala. കേരളത്തിലെ റബ്ബർ കർഷകരുടെ നിരന്തര ആവശ്യം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. റബ്ബർ അധിഷ്ഠിത ടാറിംഗ് പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രം തയ്യാറെന്ന് നിതിൻ ഗഡ്കരി മറുപടി നൽകി. കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ സ്വാഗതം ചെയ്യുന്നെന്ന് കെ.എൻ. ബാലഗോപാൽ. Thank you. I will convey this message to the Honorable Chief Minister also. But we already decided on the issue of GST for materials in the new construction. തൊഴിലവസരങ്ങൾ കൂട്ടാൻ ഉതകുന്നതാകണം വികസന പദ്ധതികളെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ബിസിനസ് ഡെസ്ക് 24. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും തമ്മിൽ അന്തർധാരയെന്ന് പലരും ആരോപിക്കാറുണ്ട്. ഇതിൽ വാസ്തവമുണ്ടോ? കൊച്ചിയിൽ 24 ബിസിനസ് കോൺക്ലേവിൽ നിതിൻ ഗഡ്കരി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി. കേരളത്തിന്റെ വികസന നയം മാറണമെന്ന് പറഞ്ഞാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങിയത്. സോഷ്യലിസം, മുതലാളിത്തം, അങ്ങനെ നമുക്ക് തർക്കിക്കാൻ പല ധാരകളുമുണ്ട്.
എന്നാൽ ഇപ്പോൾ കേരളത്തിന് ആവശ്യം റോഡ് നിർമ്മാണത്തിലുൾപ്പെടെ പൊതു സ്വകാര്യ പങ്കാളിത്തമാണ്. രാഷ്ട്രീയ വിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും രാജ്യത്തിന്റെ വികസനമാണ് തന്റെ ലക്ഷ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായും നല്ല ബന്ധമുണ്ട്. രാഷ്ട്രീയമെന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 20-22 ദിവസത്തെ കാര്യം മാത്രമാണ്. പിന്നീട് രാജ്യവികസനത്തിലാണ് ശ്രദ്ധ. Today, it is the dream for all of us that we have to make Indian economy third largest economy in the world. Just I am giving you the example regarding automobile industry, which is related with my ministry. At the time when I taken charge as the minister, the size of the industry was 7 lakh crore, and today it is 22 lakh crores. And I am confident when I taken charge as the minister, our number was 7. Today our number is 3rd. കേരളത്തെ ഏറെ ഇഷ്ടമാണ്. കൊച്ചിയിലെത്തുമ്പോൾ ലുലു മാളിലെ പാരഗൺ റെസ്റ്റോറന്റിൽ പോകാറുണ്ടെന്നും കേരളീയ ഭക്ഷണം ഇഷ്ടമെന്നും കേന്ദ്രമന്ത്രി. I like Kerala food particularly. And as 2 days before, Mr. Lulu was with my office. There was one Paragon restaurant. And I'm vegetarian. Many times when I come to Kochi and I visited there. I really like the food. ബിസിനസ് കോൺക്ലേവിൽ പങ്കെടുത്തവരുടെ ചോദ്യങ്ങൾക്കും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മറുപടി നൽകി. 24 കൊച്ചി. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമല മകരവിളക്കിന് മുന്നോടിയായി എരുമേലി പേട്ടതുള്ളൽ സമൂഹ പെരിയോനൻ ഗോപാലകൃഷ്ണൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള അമ്പലപ്പുഴ സംഘത്തെ നൈനാർ പള്ളിയിൽ മഹല്ല് കമ്മിറ്റി സ്വീകരിച്ചു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. പതിനൊന്നരയോടെ ശ്രീകൃഷ്ണപ്പരുന്ത് അമ്പലപ്പുഴ ഭഗവാന്റെ വരവറിയിച്ച് വട്ടമിട്ട് പറന്നു. പിന്നാലെ കൊച്ചമ്പലത്തിലെത്തിയ അമ്പലപ്പുഴ സംഘം സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ചടങ്ങുകളിലേക്ക് കടന്നു. പേട്ടപ്പണം സമർപ്പിച്ച് തിടമ്പേറ്റിയ ഗജവീരന്മാർക്കൊപ്പം പേട്ടതുള്ളി പുറത്തേക്കിറങ്ങിയ സംഘത്തെ നൈനാർ പള്ളിയിൽ ജമാഅത്ത് ഭാരവാഹികൾ സ്വീകരിച്ചു. നൈനാർ പള്ളിയെ വലം വെച്ച് ശേഷം വാവരുടെ പ്രതിനിധിയെയും കൂട്ടിയാണ് അമ്പലപ്പുഴ സംഘം വലിയമ്പലത്തിലേക്ക് തിരിച്ചത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. യോഗം പെരിയോൻ AK വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ആലങ്ങാട് സംഘം പേട്ടതുള്ളിയത്. വാവരുസ്വാമി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം പോയി എന്ന വിശ്വാസത്തിൽ വാവര് പള്ളിക്ക് പുറത്തുനിന്ന് തൊഴുത് ആലങ്ങാട് സംഘവും മടങ്ങി. പേട്ടതുള്ളലിന് ശേഷം അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഘവും പരമ്പരാഗത പാതയിലൂടെ പമ്പയിലേക്കെത്തും. അവിടെ പമ്പ വിളക്കും കണ്ടതിന് ശേഷമാണ് മകരവിളക്ക് കാണാൻ സന്നിധാനത്തേക്ക് എത്തുക. എന്തായാലും ഇത്തവണയും 10,000-കണക്കിന് ഭക്തരാണ് പേട്ടതുള്ളലിനായി എരുമേലിയിൽ എത്തിയത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ഗൾഫ് ഫോക്കസ് തുടരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ആറാലമൂട് സ്വദേശി ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അടിമുടി ദുരൂഹത. പിതാവ് സമാധിയായതാണെന്നും പരസ്യമാക്കാൻ പാടില്ലെന്നുമാണ് മകന്റെ വിചിത്രവാദം. വ്യാഴാഴ്ച രാവിലെയോടെയാണ് ഗോപൻ സ്വാമി മരിച്ചത്. സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നെയ്യാറ്റിൻകര പോലീസ് ജില്ലാ കളക്ടർക്ക് കൈമാറി. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഗോപൻ സ്വാമി മരിച്ചത്. മരണവിവരം ബന്ധുക്കളെയോ ജനപ്രതിനിധികളെയോ നാട്ടുകാരെയോ അറിയിച്ചില്ല. ഗോപൻ സ്വാമിയുടെ 2 മക്കൾ ചേർന്ന മൃതദേഹം മറവു ചെയ്തെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പൂജാരിയായ മക്കൾ സദനും രാജസേനും ചേർന്നാണ് മൃതദേഹം സംസ്കരിച്ചത്. ഗോപൻ സ്വാമി സമാധിയായെന്ന് പിന്നീട് പോസ്റ്റർ പതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അച്ഛൻ അയാളുടെ കൂടെ നടന്നു വന്ന് ഗുളിയൊക്കെ കഴിച്ചിട്ട് നടന്നു വന്ന് കോവിലിൽ കയറി തൊഴുതിട്ട് അവർ നേരത്തെ തീർത്ത് വെച്ചിരുന്ന ആ മണ്ഡപത്തിൽ കയറി ഇരുന്നതിന് ശേഷം ആത്മാവ് ഇങ്ങനെ പോകുന്നത് അയാൾ കണ്ടെന്നാണ് പറയുന്നത്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ എങ്ങനെയാണ് ഈ ആത്മാവ് പോകുന്നത് കാണുന്നതെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ചു.
മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പൂജ ഉള്ളതിനാലാണ് സമാധിയായ വിവരം ആരെയും അറിയിക്കാതിരുന്നതെന്നാണ് കുടുംബത്തിന്റെ വാദം. അച്ഛന് ഭയങ്കര ധ്യാനമാണ്, അവിടെ ഇരുന്നാണ് ധ്യാനിക്കുന്നത്. സമയമായപ്പോൾ എൻ്റെ അടുത്ത് ഒരു 10:30 ആകുമ്പോൾ ചെന്നിരുന്നു, മക്കളെ ഞാൻ സമാധിയാവുകയാണ്, എൻ്റെ ചടങ്ങുകൾ ഇന്ന രീതിയിൽ ചെയ്യണം. നമ്മളിപ്പോൾ ഒരാൾ മരിച്ചു പോയിട്ട് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അത് വേണമെങ്കിലും കാണാം, എല്ലാം ചെയ്യാം. പക്ഷേ ജീവൽ സമാധിയായ സ്ഥലം അപ്പം ജീവൽ സമാധിയായാണ്. അപ്പോൾ ജീവൽ സമാധി ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു ഞാൻ ജീവൽ സമാധിയാണ്. അപ്പം ഒരിക്കലും ഇതാരും, അതായത് ഈ സമാധിയാകുന്ന സമയം ആരും കാണാൻ പാടില്ല മക്കളെ, അതുകൊണ്ട് ആരും കാണല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ സമയം മുഹൂർത്തം തെറ്റിക്കാനും പാടില്ല. നിങ്ങൾ ഈ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല, ഇന്ന ചടങ്ങുകൾ നിങ്ങൾ ചെയ്യണം. വീടിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തായിരുന്നു മൃതദേഹം സമാധിയായി സംസ്കരിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടി. ആവശ്യമെങ്കിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് പോലീസ് നീക്കം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് സീരിയൽ ലൊക്കേഷനിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ലൈംഗിക ചൂഷണത്തിനിരയായ സംഭവത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർ അസീം ഫാസിലിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പരാതിക്കാരി. മദ്യലഹരിയിൽ അസീം ഫാസിൽ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും ജൂനിയർ ആർട്ടിസ്റ്റുകളെ എത്തിച്ചു നൽകാൻ നിർബന്ധിച്ചെന്നുമാണ് പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ. പരാതി നൽകാനെത്തിയപ്പോൾ തിരുവല്ലം പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നും പരാതിക്കാരി 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം സ്വദേശിനിയായ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ നൽകിയ പരാതിയിൽ അസീം ഫാസിൽ എന്ന പ്രൊഡക്ഷൻ കൺട്രോളർക്കെതിരെ തിരുവല്ലം പോലീസ് കേസെടുത്തിരുന്നു. മദ്യലഹരിയിൽ അസീം ഫാസിൽ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് പരാതി. പിന്നാലെ നിർമ്മാതാവ് ഇടപെട്ട് ഇയാളെ 2 സീരിയലുകളിൽ നിന്നും പുറത്താക്കി. പുതിയ നിർമ്മാതാവ് വന്നതോടെ അസീം ഫാസിൽ തിരിച്ചെത്തി. ജൂനിയർ ആർട്ടിസ്റ്റുകളെ എത്തിച്ചു നൽകണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടുവെന്നും ഇല്ലെങ്കിൽ ജോലി നിഷേധിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി. ജൂലൈ 19-ാം തീയതി നൈറ്റ് ഷൂട്ട്, 15ഓളം ജൂനിയർ ആർട്ടിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അന്ന് രാത്രി 1:30 മണിയോളം ഷൂട്ട് പോയി. പൂവച്ചൽ സ്വദേശി ഇപ്പം ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. പുള്ളി ഞാൻ കാറിൻ്റെ അടുത്തോണ്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇരുട്ടാണ് ഉറ്റത്തപ്പിളിൽ നിന്നത്. അപ്പോൾ കാറിൻ്റെ അടുത്തോട്ടെന്ന് പറഞ്ഞാൽ ഇരുട്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല ഇങ്ങോട്ട് വന്നാൽ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. കള്ള് കുടിച്ചുകൊണ്ട് കുപ്പിയും ഗ്ലാസ്സും ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിൽ. അപ്പോൾ എന്നെ കണ്ടതും കുപ്പിയും ഗ്ലാസും അതിൻ്റെ പുറത്ത് വെച്ചിട്ട് പുള്ളി എന്നെ കയറി പിടിക്കുകയാണ് ചെയ്തത്. പുള്ളിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് വെപ്രാളത്തി പുറത്തോട്ട് മുന്നോട്ട് പോയി. പരാതി ഒതുക്കാൻ തിരുവല്ലം പോലീസ് നിർബന്ധിച്ചുവെന്നാണ് മറ്റൊരു ആക്ഷേപം. ഫെഫ്കയിൽ മൊഴി കൊടുക്കുന്നത് തടയാൻ ശ്രമം നടത്തി. മകൻ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് CI ഭീഷണിപ്പെടുത്തി. നീ എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റിന് ആൾ പറഞ്ഞു വിട്ടില്ല എന്നുകൊണ്ട് നിൻ്റെ വർക്ക് നിന്ന് തെറിപ്പിക്കും, നീ ഇനി ഒരു വർക്കും ചെയ്യില്ല. അപ്പോൾ ഞാൻ 5ഓളം സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനി ഒരു സീരിയൽ നീ ചെയ്യില്ല, ഈ വർക്കിൽ നീ മുന്നോട്ട് പോവേയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ പണിയില്ല, ജൂനിയർ ആർട്ടിസ്റ്റിനെ കാഴ്ച വെക്കണമെന്ന്. അത് നമ്മൾ കോർഡിനേറ്റർമാർ അനുഭവിക്കുന്ന ഒരു അനുഭവമാണ്. ഇവന് നിരന്തരം ഞാൻ ആൾ കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ വർക്കിന് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അതുപോലെ ഇവൻ ചെയ്തു. സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവരാദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അസീം നിങ്ങൾ ഈ കേസ് ഒത്തുതീർപ്പാക്കി പോകണം, അല്ലെങ്കിൽ നിങ്ങളിത് ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കും. തിരുവല്ല സ്റ്റേഷനിൽ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിന് പ്രൊഡ്യൂസർക്ക് ആൾ കൊടുത്താൽ നല്ല വേഷം തരും, നല്ല ക്യാഷ് വരും. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിനെ വ്യക്തമാക്കല്ല, 3 പേർക്ക് വേണ്ടി ആൾ തന്നു കഴിഞ്ഞാൽ നീ ഉയരങ്ങളിലെത്തും, നിനക്ക് ഒരുപാട് കാശ് കിട്ടുമെന്ന്. പക്ഷേ ആ കാശ് എനിക്ക് വേണ്ടാന്ന് ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞൊരു വാക്ക്, ഒന്നീ നിങ്ങളുടെ ഭാര്യയെ കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മോളെ കൊണ്ടു കൊടുക്കുക, അതാകുമ്പോൾ വേറെ കുഴപ്പമില്ല, ആ കാശ് നിങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞു. പരാതി ലഭിച്ചതിന് പിന്നാലെ അസീം ഫാസിലിനെ ഫെഫ്കയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഒളിവിലുള്ള അസീം ഫാസിലിനായി പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. സിനിമാ സീരിയൽ മേഖലയിലെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന പരാതികളിൽ പോലീസ് എത്രമാത്രം നിഷ്ക്രിയത്വം കാണിക്കുന്നു എന്നുള്ളതാണ് അല്പസമയം മുൻപ് ഇവർ പറഞ്ഞവസാനിപ്പിച്ച കാര്യം. പോലീസിൽ വിശ്വാസമില്ല എന്നുകൂടി പറഞ്ഞവസാനിപ്പിക്കുന്നുണ്ട്. ക്യാമറാമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. 6 പതിറ്റാണ്ടോളം സംഗീത ലോകത്തെ സ്നേഹാർദ്രമാക്കിയ P. ജയചന്ദ്രൻ ഇനി ഹൃദയങ്ങളിൽ അനശ്വരൻ. പ്രിയ ഗായകന് സാംസ്കാരിക കേരളം വിട ചൊല്ലി. പറവൂർ ചേനമംഗലത്തെ പാലിയത്ത് തറവാട്ട് വളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. പാടിയതൊക്കെയും ഇനി ഹൃദയങ്ങളിലെ സ്വരമുദ്ര. ഓർമ്മയിലെ പൂർണ്ണചന്ദ്രനായി ഭാവഗായകൻ P. ജയചന്ദ്രൻ എന്നും തെളിഞ്ഞു നിൽക്കും. രാവിലെ 8 മണിയോടെയാണ് തൃശൂർ പൂങ്കുന്നത്തെ വസതിയിൽ നിന്ന് P. ജയചന്ദ്രന്റെ മൃതദേഹം താൻ പഠിച്ച ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിൽ എത്തിച്ചത്. കാത്തുനിന്ന 100 കണക്കിന് ആളുകൾ പ്രിയപ്പെട്ട പാട്ടുകാരന് അന്ത്യാഞ്ജലി നൽകി. തുടർന്ന് വിലാപയാത്രയായി മൃതദേഹം പാലിയത്തെ തറവാട്ടിലേക്ക്. മന്ത്രിമാരായ സജി ചെറിയാൻ, MP രാജേഷ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. പതിറ്റാണ്ടുകളുടെ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അങ്ങനെ അതുല്യമായ
സംഭാവനകൾ ചെയ്തിട്ടാണ് ജയേട്ടൻ യാത്രയാകുന്നത്. നാടിനു വേണ്ടി, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഹൃദയപൂർവ്വം അദ്ദേഹത്തിന് യാത്രയപ്പം നൽകുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ 1 മണിക്ക് മൃതദേഹം സംസ്കരിച്ചു. മകൻ ദിനനാഥൻ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോൾ ഇതിഹാസ സമാനമായ സംഗീതകാലത്തിന് അവസാനമായി. 24 കൊച്ചി. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.